UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ക്യാഷ് ബാലൻസായി ട്രഷറിയിലുള്ളത് 5429 കോടി രൂപ. ട്രഷറിയിലുള്ള പണത്തിന്റെ കണക്ക് തെളിയിക്കുന്ന വിവരാവകാശ രേഖയുടെ പകർപ്പ് റിപ്പോർട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി വരെയുള്ള കണക്കാണിത്. സർക്കാർ ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് കണക്ക് പുറത്തുവരുന്നത്. ഹരിമോഹൻ, എന്റെ സുഹൃത്തുക്കളെ, ഹരിമോഹൻ അവിടെ നിൽക്കട്ടെ. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിഞ്ഞ ഒരു 8-10 ദിവസത്തുള്ളിൽ എത്ര കള്ളങ്ങളാണ് നമ്മൾ കേട്ടല്ലേ? തുടക്കത്തിൽ തന്നെ ആന്റണി സാർ വന്നു പറഞ്ഞത് പൂച്ച പെറ്റുകിടക്കുകയാണ് നമ്മുടെ ഖജനാവിൽ എന്നാണ്. പൂച്ച പെറ്റുകിടക്കുന്നു, അതൊരു പ്രയോഗമാണ് കേട്ടോ. അദ്ദേഹം എല്ലായ്പ്പോഴും നടത്തുന്ന ഒരു പ്രയോഗമാണ്. ആന്റണി സാർ പലപ്പോഴും അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. പട്ടി പെറ്റുകിടക്കുകയാണ് എന്നൊക്കെ പലപ്പോഴും ആന്റണി സാർ പറയാറുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഒന്നുമില്ല എന്നാണ്. അവിടേക്ക് ആരും പോകുന്നില്ല, അവിടേക്ക് പോകാൻ, അവിടെ ക്രയവിക്രയം നടക്കാൻ അവിടെ ഒന്നുമില്ല എന്നാണ് അതിന്റെ ഒരു തെളിവായിട്ട് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ശരി, ആന്റണി സാർ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കോൺഗ്രസിന് മിക്കവാറും ഒരു ബാധ്യതയാവും. എന്തൊക്കെയായാലും അതിനുശേഷം പിന്നെ നമ്മൾ കേട്ടത് കോൺഗ്രസിലുള്ള എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഖജനാവിൽ ഒന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് എല്ലാം മുക്കിയിട്ടാണ് പോയത്. അപ്പോഴും ധനമന്ത്രി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു നുണയാണ്. എൻ്റെ ഒരു കൺസെപ്റ്റില്, എൻ്റെ ഒരു തോന്നലില് അത് 4000 കോടി എന്നായിരുന്നു. അങ്ങനെയല്ല, 6000 കോടി രൂപ അക്കൗണ്ടിലുണ്ട് എന്നാണ് എൻ്റെ പുതിയ ഒരു കണക്ക് എന്ന് പഴയ ധനമന്ത്രി അദ്ദേഹം ഒന്ന് പറയണ്ടായി. അപ്പോഴും പലർക്കും അത് വിശ്വാസമായില്ല. പിന്നീട് നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഖജനാവിൽ ഒന്നുമില്ല, ഒരു പുതിയ കാറൊക്കെ വാങ്ങിക്കാം, പക്ഷേ ഇപ്പോൾ നമ്മൾ മുണ്ട് മുറുക്കിയെടുത്ത് പോകണം എന്നുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മളെല്ലാവരും കേട്ടിരുന്നു. ഒരു പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച സമയത്ത് ഇവിടെ ഇപ്പം 2000 രൂപ വെച്ചിട്ട് 3000 അവർ ആക്കാന്ന് പറഞ്ഞത്. അതാരും ചോദിക്കുന്നില്ല. കാരണം അന്വേഷണാത്മക പത്രപ്രവർത്തകരൊക്കെ മരിച്ച് മണ്ണടിച്ച് കിടക്കുകയാണല്ലോ. അവരെ നെഞ്ചത്തൊക്കെ കുരിശ് നാട്ടിയ പോലെയാണല്ലോ. അങ്ങനെ അവർ മരിച്ചു പോയതുകൊണ്ട് ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനം ഉണ്ടല്ലോ, അത് പിണറായി വിജയനുള്ള കാലത്ത് മാത്രമേ നടക്കുള്ളൂ. ശരിയായിക്കോട്ടെ, ഇദ്ദേഹമുള്ള കാലത്ത് നടക്കുന്നില്ല. എന്തായാലും ആ അന്വേഷണാത്മക പത്രപ്രവർത്തകരൊക്കെ മരിച്ചു പോയതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ക്ഷേമ പെൻഷൻ 1000 രൂപ കൂടി കൂട്ടിയിട്ട് 3000 ആക്കാത്തത് എന്നുള്ള ചോദ്യം ആരുമേ ചോദിക്കുന്നില്ല. എന്തായാലും പിണറായി വിജയൻ കൂട്ടിയ 2000 രൂപ തന്നെയാണ് ഇത്തവണയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടത്. അതന്നെ മഹാഭാഗ്യം എന്ന് നമുക്ക് കരുതി കുത്തിരിക്കാം. അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അത് കിട്ടുമോ എന്ന് പറയുന്നൊരു വലിയ കൺഫ്യൂഷനിലായിരുന്നു. അതെങ്കിലും കിട്ടും. അതിനുവേണ്ടി പണം അങ്ങോട്ട് മാറ്റിവെച്ച സമയത്താണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ലടാ പൂച്ച പെറ്റത് പണമായിരുന്നോ? പൂച്ച പെറ്റുകിടക്കാണ് ഖജനാവിൽ എന്ന് പറഞ്ഞ കാര്യം നുണയല്ലേ എന്ന് പറയുന്ന സംശയം പലർക്കും തോന്നി. അപ്പോഴാണ് ഏതോ ഒരുവൻ, എന്തായാലും അത് അങ്ങനെ ഒരു വിവരാവകാശ രേഖ കൊടുത്തവനെ നമുക്ക് എന്തായാലും നമിക്കണം. അവൻ വിവരാവകാശ പ്രകാരം ചോദിച്ചു, ഒരു 10 രൂപ ചെലവാക്കി ചോദിച്ചു, ഖജനാവിൽ ഇപ്പം എത്ര പൈസ ഉണ്ട്? ഇവന്മാര് പറയുന്നതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ. കൃത്യമായിട്ട് പണത്തിന്റെ കണക്ക് കൊണ്ട എന്ന് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് കണക്ക് വന്നിരിക്കുന്നു. അപ്പോഴത്തേനും കടപ്പത്രമല്ല, ഇതിനെ പറ്റിയിട്ടുള്ള എത്രത്തോളം ഖജനാവിലുണ്ട് എന്നുള്ള സംഗതിയൊക്കെ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും പുറത്തിറക്കേണ്ടി വന്നില്ല. അവർ പുറത്തിറക്കൂല്ലേ, അത് വേറെ കാര്യം. എന്തായാലും കേൾക്കാം. ഇത് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞത്. ആദ്യം 4000 എന്ന് പറഞ്ഞു, പിന്നീട് 6000 കോടി എന്ന് പറഞ്ഞു. കൃത്യമായ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച ചോദ്യത്തിനുള്ള മറുപടിയായി പറയുന്നു 5429 കോടി രൂപ സംസ്ഥാന സർക്കാരിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് തന്നെയുണ്ട്. ധവളപത്രം പുറത്തു വരുന്നതിന് മുമ്പ് പുറത്തു വന്ന പ്രധാനപ്പെട്ട കണക്കാണ്. ഇത് നിഷേധിക്കാൻ ഇനി ധവളപത്രത്തിന് കഴിയില്ല. എന്തായാലും ധവളപത്രം എന്തായാലും ഇറക്കില്ല എന്നായിരുന്നു ഞാനൊക്കെ വിചാരിച്ചത്. കാരണം ധവളപത്രം ഇറക്കിക്കഴിഞ്ഞാല് നമ്മുടെ VD സതീശൻ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് മാറും. കാരണം പിണറായി വിജയൻ ഗവൺമെന്റ് അതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഭരിച്ച നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പോലല്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഏകദേശം 6000 കോടി അങ്ങോട്ട് കടമാക്കി വെച്ചിട്ടാണ് പോയത്. എന്നാൽ ഇവരിറങ്ങി പോണ സമയത്ത് 5 പൈസ കടമാക്കി വെച്ചില്ല എന്ന് മാത്രമല്ല 6000 കോടി രൂപ ബാലൻസ് വെച്ചിട്ട്, അതായത് 5000 ചില്ലറ, 6000 തന്നെ കണക്കാക്കോളി, കുറച്ചിപ്പോ കൊടുത്തല്ലോ, 6000 കോടി രൂപ ബാക്കി വെച്ചിട്ട് അത് ഉപയോഗിക്കണട്ടാ നല്ലതുപോലെ എന്ന് VD സതീശൻ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് പോയിട്ടത്. ഇപ്പോഴെങ്കിലും നാട്ടുകാർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി എന്തായാലും ഈ ഒരു എന്താ പറയാ സംഗതിയെ നുണ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അല്ലേ ഹരി? പറ.
അരുൺ തീർച്ചയായിട്ടും ആദ്യം തന്നെ കെ എൻ ബാലഗോപാൽ, അതായത് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ ഈ വിമർശനങ്ങൾക്കൊക്കെ തന്നെ ഒരു മറുപടി പറഞ്ഞിരുന്നു. മറുപടി പ്രകാരം 6300 രൂപയാണ് ലിക്വിഡ് മണിയായി ഖജനാവിൽ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ അദ്ദേഹത്തെ പറഞ്ഞത് നുണ പറയുകയെന്നാണ്. ഇനിയെങ്കിലും ആ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ഇനിയെങ്കിലും സമ്മതിക്കും. പക്ഷെ എനിക്ക് ഇവരൊന്നും വാർത്ത വായിച്ചത് ഇഷ്ടമായില്ല എന്ന് പറയും. ഇതിൽ വേറൊരാള് ഇതിൽ വാർത്ത വായിക്കാനുണ്ട്. അവർ വായിക്കുമ്പോൾ മാത്രമാണ് അതിനൊരു മജുള്ളൂ. നമുക്ക് അതൊന്ന് കേൾക്കാം. അതൊരു ഗംഭീര വാർത്താ വായനയാണ്. UDF സർക്കാർ അധികാരത്തിലേക്ക് ഏറുമ്പോൾ ഖജനാവ് കാലിയായിട്ടില്ല എന്ന രേഖകൾ. ഈ വർഷം മെയ് 1 ഖജനാവിൽ പണമായി ബാക്കിയുണ്ടായിരുന്നത് 5429 കോടി രൂപയാണ്. ധനവകുപ്പിന്റെ വിവരാവകാശ മറുപടിയിലാണ് നിർണായക വിവരം. ഇനി എനിക്ക് എന്തുകൊണ്ടാണ് ഇവർ വാർത്ത വായിച്ചപ്പോൾ സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരടക്കമുള്ള ആളുകള് പറഞ്ഞിരുന്നത് 5 പൈസ ആ ഗവൺമെന്റിന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. പിണറായി വിജയൻ അത് മുഴുവൻ പുട്ടടിച്ച് പോയിട്ടുണ്ടാകും എന്നുള്ള വർത്തമാനങ്ങളെ കേട്ടെ, വണ്ടി വാങ്ങിച്ചിട്ടും ആർഭാടവും ഒക്കെ കളിച്ചിട്ട് ആ പണം മുഴുവൻ പുട്ടടിച്ചിട്ടുണ്ടാവും പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തതിനേക്കാൾ ഗംഭീരമായ പ്രവൃത്തി ചെയ്തിട്ടാണ് പോണേ. ഉമ്മൻചാണ്ടി കടമുണ്ടാക്കി വെച്ചപ്പോൾ ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റ് ലാഭമുണ്ടാക്കി പണം അവിടെ വെച്ചിട്ട് അവിടെ കയറുമ്പോൾ അവിടെ അക്കൗണ്ടിൽ ഇത്ര കോടി രൂപ ഉണ്ടിട്ടാ, അത് മുക്കരുതിട്ടാ, അത് ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാനട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇറങ്ങിപ്പോയത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും നാട്ടുകാർക്ക് അല്പസ്വല്പമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ശരിയാണല്ലോ, ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ശരിയാണല്ലോ. പിണറായി വിജയൻ ഗവൺമെന്റ് പണം ലാഭം ഉണ്ടാക്കി, അത് ലിക്വിഡ് ക്യാഷാണ്. ലിക്വിഡ് ക്യാഷ് ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയിട്ടുള്ളത്. 5 പൈസ അതിൽ നിന്ന് പോയിട്ടില്ലല്ലോ. കൃത്യമായിട്ടും അവർ പറഞ്ഞ കണക്കുകളൊക്കെ സത്യമാണല്ലോ. സത്യമാണെന്നേ ജനങ്ങൾക്കത് ബോധ്യമായില്ല. ജനങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങളൊക്കെ നിറഞ്ഞു. അതിനിടയ്ക്കൊരു ഒരു ചെറിയൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത മാസം 15 തീയതി മുതൽ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാമെന്നല്ല പറഞ്ഞത്. അത് അടുത്ത മാസം നടക്കൂല, അത് ഓഗസ്റ്റിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു കരക്കമ്പ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാനത് ഇപ്പോഴും അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇനി എന്താവും അതിന്റെ അവസ്ഥ എന്നതിനെ കൊടുക്കാൻ സംസാരിക്കാം. എന്തായാലും ഇത്രയാണ് അവസ്ഥ. കൃത്യമായിട്ട് യാത്രയൊന്നും നടക്കാൻ പോകുന്നില്ല. ടൂർ പോകാമെന്ന് വിചാരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ ആ ഗ്രൂപ്പ് ഡീആക്ടിവേറ്റ് ചെയ്ത് കുത്തിരിക്കാം. മറ്റു വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ സംസാരിച്ചോളൂ എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം. എന്തായാലും ബാക്കി കേൾക്കണം. സംബന്ധിച്ച് സർക്കാർ ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് കണക്ക് പുറത്തുവന്നത്. സംസ്ഥാന സർക്കാർ പാപ്പരാണ്. സാമ്പത്തികമായി തകർന്നറിഞ്ഞു നിൽക്കുന്ന സർക്കാരിൽ നിന്ന് ജനപ്രിയ പദ്ധതികൾ ഉടൻ പ്രതീക്ഷിക്കരുത് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ AK ആന്റണിയും PMA സലാമും അടക്കമുള്ള UDF നേതാക്കൾ. ശരി, ഇനി എന്തിനാണ് അവരിങ്ങനെ പാപ്പരാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൂട്ടിയേ? ഉള്ള പൈസയും മുക്കാനായിരുന്നു. പണ്ട് ഏതോ ഒരു വയനാടിന് വേണ്ടിയിട്ട് ആപ്പ് ഉണ്ടാക്കിയിട്ട് പൈസ പിരിച്ചത് ഇപ്പൊ എവിടെയും കാണാനില്ല. വെള്ളത്തില് കുമിള വന്ന പോലെയാണ്. വേറെ വാക്ക ഞാൻ പറയുന്നില്ല. എന്തായാലും അതുപോലെയാണ് ഇപ്പൊ. ഒന്നും അറിയുന്നില്ല. അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നോ, അതോ മുൻകൂർ ജാമ്യം എടുക്കുമായിരുന്നു? ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ ചോദിക്കണ്ട, ചെയ്യാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന് ആഹ്ലാദിക്കാം, സന്തോഷിക്കാം. വലിയ പ്രയാസമൊന്നും വേണ്ടെന്നേ. കാരണം 5 പൈസക്ക് പ്രയാസം വേണ്ട. എങ്ങനെയായാലും നീങ്ങിപ്പോവാനുള്ള പൈസ, 1-2 മാസം നീങ്ങിപ്പോവാനുള്ള പൈസ ഇപ്പൊ അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇനി വേണമെങ്കിൽ എങ്ങനെ പൈസ നിറയ്ക്കാം കാര്യത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കാം. അതിനിടയ്ക്കാണ് ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടാവുന്ന ബിരിയാണിയും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ പോകണോ? എന്നാൽ സംസ്ഥാന ഖജനാവ് ശൂന്യമല്ലെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലിക്വിഡ് മണി അഥവാ പണമായി ഖജനാവിൽ ബാക്കിയുള്ളത് 5429 കോടി രൂപയുണ്ടെന്നാണ് രേഖകൾ പറയുന്നത്. ധനവകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് വിശദമായ കണക്കുള്ളത്. LDF സർക്കാർ പടിയിറങ്ങുമ്പോഴുള്ള നീക്കിയിരിപ്പാണിത്. നേരത്തെ മുൻ ധനമന്ത്രി KN ബാലഗോപാലും സമാനമായ കണക്ക് മുന്നോട്ട് വെച്ചിരുന്നു. ധനകാര്യ കമ്മീഷന്റെ വിഹിതത്തിൽ 10,000 കോടിയുടെ വർധനവ് ഇത്തവണയുണ്ടാകുമെന്നും മൊത്തത്തിൽ 30,000 കോടിയുടെ അധിക റിസോഴ്സസ് ഖജനാവിൽ എത്തുമെന്നും ബാലഗോപാൽ അവകാശപ്പെട്ടിരുന്നു. അവകാശപ്പെടല് വിവരമുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, ഈ കാര്യങ്ങളും വകുപ്പൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ വർത്തമാനമായിരുന്നു. ഇങ്ങനത്തെ വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ആ ഒരു ഗവൺമെന്റിൽ എല്ലാ ആൾക്കാരും പറഞ്ഞിരുന്നത്. നാട്ടുകാർക്ക് എന്തൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നൊക്കെ തോന്നുന്നു. എന്തൊക്കെയായാലും VD സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്ന കള്ളങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസാവുന്നു. തുടക്കം മുതൽ പാളിച്ചകളുടെ ഒരു ലോകമാണ്.
നുണകൾ പറഞ്ഞ് ഇനിയും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്, പക്ഷെ വിവരാവകാശ രേഖയ്ക്ക് ആ നുണകളെ തോൽപ്പിക്കാൻ കഴിയും. ധവളപത്രം ഇറക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചത് ഒരു കാരണവശാലും അവർ ധവളപത്രം ഇറക്കില്ല എന്നാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇനി അവർ ധവളപത്രം ഇറക്കില്ല. ഇറക്കിക്കഴിഞ്ഞാൽ അത് പിണറായി വിജയനുള്ള അവാർഡാണ്. നിങ്ങൾ പോയത് ഖജനാവ് കാലിയാക്കിയിട്ടല്ല, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ഖജനാവിൽ കോടികൾ നീക്കിയിരിപ്പി വെച്ചിട്ടാണ് നിങ്ങൾ പോയത്. അതിന് ഞങ്ങൾ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു ധവളപത്രം ഒരു അവാർഡായിട്ട് മാറുമെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ബൈ. അയ്യോ, പറയാൻ മറന്നുപോയി, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. കാണുന്നത് ഇനിയിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ സബ് ചെയ്യുക. തൊട്ടപ്പുറത്തിന് മണി തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ ബൈ.